സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചാമുണ്ടി ഹില്ലിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കരഞ്ഞി ലേക്ക് എന്ന് പറഞ്ഞ ലേക്കും പിന്നെ ഒരു പക്ഷി സങ്കേതവും കണ്ടു. അപ്പോൾ അന്ന് എങ്ങനെയാണെങ്കിലും എന്നാൽ ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ ചാമുണ്ടി ഹില്ലിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കൂടി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ചാമുണ്ടി ഹില്ലിലേക്ക് പോകുന്നവർ മസ്റ്റായിട്ടും ഇവിടെയും ഒന്നിറങ്ങി കാണേണ്ട ഒരു സംഭവമാണ്. കരഞ്ഞി ലേക്ക് നാച്ചുറൽ പാർക്കാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയും പാർക്കിംഗ് ഫീ ഉണ്ട്. അത് എത്രയാണ് ഞാൻ ചോദിച്ചോട്ടെ. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു നല്ലൊരു മരങ്ങളൊക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളിലേക്ക് ഞങ്ങൾ ഈ എത്തിക്കുന്ന വീഡിയോസൊന്നും ഞങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വരുന്നതല്ല. ഞങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കയറി വരുന്നതാണ്. ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ വീഡിയോയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകും ഞങ്ങളുടെ സംസാരത്തിലോ അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിലോ. ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അവ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മളൊന്നും പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ തടാകത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. വിസിറ്റേഴ്സിന് വലിയൊരു റിക്വസ്റ്റൊക്കെ ഇവർ അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട്. കരഞ്ചി ലേക്കിൻ്റെ എൻട്രിയിൽ നിന്നും നമ്മൾ അകത്തേക്ക് കടന്നു. അപ്പോൾ ഇവിടെ ഒരു നേച്ചർ പാർക്കിൻ്റെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ട സെൻറ്ററിൽ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാണാനുണ്ട്. ഇവിടെ വരുമ്പോൾ ഇതിൽ കയറുമ്പോൾ പെർ പേഴ്സണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ കാറാണെങ്കിൽ 70 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു വേറ്റ് സൂവൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനോഹരമായിട്ടുണ്ട് ഇത് കാണാനൊക്കെ ആയിട്ട്. ഇത് എന്താ പറയുക, വലിയ മരങ്ങളാലൊക്കെ ഒരു സുന്ദരമായൊരു സ്ഥലം കേട്ടോ അത്. അതേപോലെ തന്നെ ഇവർ ഈ മരങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരെല്ലാ മരത്തിനും ഒരു ആ മരത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. വേണ്ട എല്ലാ വലിയ വലിയ മരങ്ങൾക്കും പേര് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് സംരക്ഷിച്ച് പോരുന്നുണ്ട് കേട്ടോ ഈ മരങ്ങളൊക്കെ. പക്ഷികളുടെ ഒരു മനോഹരമായ സ്ഥലമായിട്ടായി കാണുന്നത് നിങ്ങൾ. പക്ഷെ നാച്ചുറലായിട്ട്, അതായത് എന്താ പറയുക, മരങ്ങളൊക്കെ വലിയ മരങ്ങൾ വലിയൊരു കാട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അത്രയും നാച്ചുറലായിട്ട് പക്ഷികളെ ഇങ്ങനെ അടച്ചിടാത്ത രീതിയിൽ ഒരു വലിയൊരു സംഭവമുണ്ട് ഇത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അകത്തുള്ള വെറൈറ്റി എന്ന്. നമ്മൾ ഈ കാണുന്നതാണ് തടാകം. വെള്ളം കുറവാണ്. ലേക്കിലേക്ക്, കരഞ്ചി ലേക്ക് കാണാൻ വരുന്നവർക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റേ മൃഗശാലയുടെ എൻട്രൻസ് അങ്ങോട്ടേക്ക് പോകാവുന്നതാണ്. ഇവിടെ വമ്പൻ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് നമ്മൾ മേടിച്ചിട്ട് ഇവിടെ വന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പാണ് അത്. അതേന്ന് തോന്നുന്നു. ഇവിടെ വേറെ റെസ്റ്റോറൻ്റ് ഒന്നും കാണാനില്ല അല്ലേ. ഫുഡ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. നമുക്ക് അവിടെ പോയി ഇരിക്കാം. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ, ലവ് ബേഡ്സിന് പറ്റിയ സ്ഥലമാണ് അതേട്ടാ. നമ്മൾ മൃഗശാലക്കാരൊക്കെ ഈ ലവ് ബേഡ്സ്, അതായത് കപ്പിൾസായിട്ട് വരുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാട്ടോ അത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേപോലെ തന്നെ കുട്ടികളായിട്ട് വരുന്നവർക്കും ഏത് ടൈപ്പ് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എങ്കിൽ പോലും അവർക്കൊക്കെ പറ്റിയ, കപ്പിൾസ് കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ പാർക്കൊക്കെ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് മരങ്ങളൊക്കെ കണ്ട വിവിധതരം മരങ്ങളുടെ വലിയൊരു ശേഖരമാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തടാകം. നല്ല മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വെള്ളം കറങ്ങി വരുമ്പോഴേക്കും നമ്മളവിടെ എത്തും. ഇവിടെ ബോട്ടിങ്ങിന് അഡീഷണൽ ചാർജ് ആട്ടോ. മെയിനായിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ബോട്ടിങ് തന്നെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. ബോട്ടിങ് 30 രൂപ ആട്ടോ ഇവിടെ റേറ്റ് വരുന്നത്. ഇത് കണ്ടോ, 30 രൂപ റേറ്റ് വരുന്നത്. അത് വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ബോട്ടിങ് നല്ല നൈസ് പ്ലേസ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബോട്ടിങ്ങിന് പോവാം. എന്തായാലും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി പ്ലേസ് കേട്ടോ. സെറ്റപ്പായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം 2 മിനിറ്റ് നമ്മുടെ കൂടെയുള്ള ഒരാൾ വരാനുണ്ട്. അതുകൊണ്ട് 2 മിനിറ്റ് നമുക്ക് ഒന്ന് ഇവിടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ പോവാം. കടൽ ബോട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചവിട്ടി വരണമെങ്കിൽ ചവിട്ടി വരാനുണ്ട്. നന്നായിട്ട് ചവിട്ടി പോകുന്നുണ്ട്.
നമുക്കിവിടെ 3 പേരാണെങ്കിലും 4 പേരാണെങ്കിലും 2 പേരാണെങ്കിലും സഞ്ചരിക്കാനായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. 2 പേർക്കുള്ളതുണ്ട്, ഇത് 3 പേർക്കുള്ള 3 പീപ്പിൾ 3 പേർക്കുള്ളതുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇത് ഇത്ര ഉള്ളൂ കേട്ടോ സഞ്ചരിക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി ഒരു 50 രൂപയ്ക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് 30 രൂപയ്ക്കാണ് ഈ സഞ്ചരിക്കാനായിട്ട് വേറെ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റിയറിംഗ് അങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ. ബേക്കോട്ട് കുറച്ച് ഇറക്കിയിട്ട് നോക്കി ഫ്രണ്ടോട്ട് പോവാം. ഇരി മറച്ചോടിക്കുക. ചവിട്ടിട്ട് നീങ്ങുന്നില്ലല്ലോ നീ ഇങ്ങോട്ട് തിരിക്കി. അടിപൊളിൻ്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മള് ഇവിടെ വന്നിട്ട് ഇത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നേരെ പോയി റൗണ്ട് അടിച്ച് വരുന്നത്. ഇത് വേണ്ട, നമുക്ക് ചവിട്ടാൻ മടിയുള്ളവർക്ക് അവർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് അത് അവർ 10 മിനിറ്റാണ് ടൈം തരുന്നത്. അപ്പോൾ 10 മിനിറ്റ് കൂടുതൽ നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ച് വരാൻ പറയുന്നതാണ്. ഇവിടെ ഒരു റെഡ് ഫ്ലാഗ് കുത്തി വെച്ചാണ്. ഫ്ലാഗല്ല, ഒരു റെഡ് ഒരു അപകടമാണെന്ന് തോന്നണോ അത് റെഡ്. അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ്. വന്നത് നന്നായി, നൈസ് അനുഭവമായിട്ടുണ്ട്. അയ്യോ അത് ശരി കേട്ടോ. അത്രയും നേരം ഇവിടെ വെള്ളം സെൻറ്ററിൽ ഇങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നു. അതവർ ഞാൻ പൈലോട്ടുന്നുള്ളൂ. ഇപ്പം നീന്താൻ അറിയാത്തവർക്കൊക്കെ ഇത് പക്കാ സേഫ്റ്റി എന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല. കർശനമായിട്ടുള്ള ചെക്കിംഗ് ഒന്നും ഇല്ല. അളിയാ നോക്കിയാലിയാ പൊളി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അത് കണക്ക് എന്തൊക്കെ ആൾക്കാരുണ്ടാ. ഇതിപ്പോ തടാകമായതുകൊണ്ട് ഇതിന്റെ ആഴം എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ ആഴമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? വിചാരിക്കാം അത്ര വലിയ ആഴമില്ല എന്ന്. ഞങ്ങൾ ചവിട്ടിയിട്ടൊക്കെയാണ് പോകുന്നേട്ടാ. 10 മിനിറ്റ് കൊണ്ട് അവർ റിട്ടേൺ വരാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റിട്ടേൺ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചവിട്ടി നീങ്ങണ്ടേ? അത് നമുക്ക് ആളുടെ പിന്നാലെ പോവാം. ചവിട്ടാൻ നൈസാണ്. ആൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്തു. അത് കണ്ടോ, നമുക്ക് ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗൈഡ് ചെയ്ത് പോകാം. ഇങ്ങോട്ട് തന്നെയാ. ഇങ്ങോട്ട് റൈറ്റ് ഓടിക്ക്. ഞാൻ ഇത് പിടിച്ചോളാം, നീ വിട്ടോ. എനിക്കാരും നേക്കില്ല, വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ടൊന്നും. നമുക്ക് പരമാവധി കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കുറച്ചൊക്കെ കണ്ട്. നീന്താൻ അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ വണ്ടിയിൽ, അപ്പോൾ അതിനെ പേടിക്കണ്ട. ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കർണാടക സംസ്ഥാനത്തിലെ മൈസൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് വരുന്നത് കറക്റ്റായിട്ട് കരഞ്ചി തടാകം എന്നാണ് വരുന്നത്. തടാകത്തിന് ചുറ്റും പ്രകൃതിദത്ത ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിശാല ഇതിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ്. ഇനി ഈ തടാകത്തിനോട് ചേർന്നൊരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു റീജിയണൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. അതായത് ഒരു നാച്ചുറൽ ഹിസ്റ്ററി ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് 90 ഹെക്ടറാണ്. ഇതിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നത് ഇതിൻ്റെ ഉടമസ്ഥരെന്ന് പറയുന്നത് മൈസൂർ മൃഗശാലയുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ളതാട്ടോ ഈ കരഞ്ചി തടാകവും. വിവിധയിനം ദേശാടന പക്ഷികളുടെ ഒരു പ്രിയപ്പെട്ട ഒരു വികാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കരഞ്ചി തടാകം എന്ന് പറയുന്ന ഈ തടാകം. ഇപ്പോൾ ഈ തടാകത്തിനോട് ചേർന്ന് വിവിധയിനം വെറൈറ്റി ഇത് താറാവുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിവർ വളർത്തുന്ന താറാവുകളാണെന്ന് തോന്നുന്നു. ഒക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് മയിലുണ്ട് കേട്ടോ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട്. ഇഷ്ടം പോലെ ഇത് ശരിക്കും താറാവല്ല അല്ലേ? അതുപോലത്തെ വളർത്തുന്നതാണോ അതോ ഇവിടെ വളർത്തുന്നതായിരിക്കും? എന്തായാലും നല്ലൊരു ആശയമാട്ടോ ഇത്. പക്ഷികൾക്ക് എന്താ പറയുക, ഒരു സൂര്യവിഹാരം നടത്താനായിട്ട് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാട്ടോ അത്.
ചാമുണ്ഡി ഹിൽസിൻ്റെ കാൽപ്പാടുകളിലും മൈസൂർ മൃഗശാലയ്ക്ക് പിന്നിലും സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു തടാകമാണിത്. 90 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഇത് കർണാടകയിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 90-ലധികം ഇനം നിവാസികളുടെയും ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ് കരഞ്ചി തടാകം. നിരവധി ഇനം ചിത്രശലഭങ്ങളെയും ചെറിയ സസ്തനികളെയും ഇത് പിന്തുണയ്ക്കുന്നു. തണ്ണീർത്തട ആവാസ വ്യവസ്ഥയുടെ മികച്ച ഉദാഹരണമാണിത്. ചായം പൂശിയ കൊമ്പുകൾ, പെരിക്കനുകൾ, ഡാർട്ടറുകൾ എന്നിവയും ചെറുകുള്ള മറ്റ് നിരവധി സുന്ദരികളെയും തടാകം ആകർഷിക്കുന്നു. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് മൈസൂർ രാജാവ് ഒരു പെർക്കുലേഷൻ ടാങ്കായി നിർമ്മിച്ചതാണ് കരഞ്ചി തടാകം. 1976-ൽ മൈസൂർ മൃഗശാല ഈ തടാകം ഏറ്റെടുത്തു. 90 ഏക്കർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്തിന് 2.5 കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ചാമുണ്ഡി മലനിരകളിൽ നിന്നുള്ള നീണ്ട ഫീഡർ ചാനലിന് ഏകദേശം 745 ഹെക്ടർ വൃഷ്ടിപ്രദേശമുണ്ട്. ഇവിടെ വരുന്ന സന്ദർശകർക്കിടയിൽ ഉല്ലാസമുളവാക്കുന്ന പക്ഷികളുടെ ചിലമ്പുകൾക്കായി പക്ഷിശാലയിലൂടെയുള്ള നടത്തം കരഞ്ചി തടാകത്തിൽ ഉൾപ്പെടുന്നു. തടാകത്തിൻ്റെ തീരത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ പക്ഷിശാലയ്ക്ക് 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയും 20 മീറ്റർ ഉയരവുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാക്ക് ത്രൂ ഏവിയറാണിത്. പക്ഷികൾ കൈകൂപ്പി നിൽക്കുന്ന അകലത്തിലാണ് കരഞ്ചി തടാകത്തിൽ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതിനായി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു കോർണറിൽ തന്നെ ഇവിടെ കുട്ടികളുടെ പാർക്കുണ്ട്. ഈ തടാകത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് കാലത്ത് 8:30 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും അവധി ദിവസമായിരിക്കും. $25 ആയിരുന്നു ഇവിടുത്തെ ബോട്ടിംഗ് ചാർജ് വന്നത്. അതിപ്പോൾ 30 രൂപയാക്കിയിട്ടുണ്ട്. 15 എന്ന് പറയുന്നത് കുട്ടികൾക്കും 25 എന്ന് പറയുന്നത് അഡൽട്സിനുമാണ്. പക്ഷേ അതിപ്പോൾ മാറി 30 രൂപ ആക്കിയിട്ടുണ്ട്. വിവിധ ഇനം പക്ഷികളെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ. അതും ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. വെറൈറ്റി പക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തയുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, അങ്ങനെ വെറൈറ്റി കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വെറൈറ്റി ഇനം പക്ഷികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ചില്ലുകൂട്ടിന് വെറൈറ്റി സാധനം ഉണ്ടല്ലോ. നോക്കിയേ, ഞങ്ങളെ കണ്ടപ്പോൾ അത് അങ്ങോട്ട് ഓടിയിട്ടാ. നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട്. ഒരു വെറൈറ്റി ഉണ്ട്. യെല്ലോ ഗോൾഡൻ പേസൻ്റ് എന്നാണ് ഇതിനെ പറയുക. ഗൈസ്, നമ്മൾ ശരിക്കും മടുത്തു കേട്ടോ. അപ്പോൾ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചാമുണ്ഡി മലയിലേക്ക് പോകാൻ. 3 ഹൗ മച്ച്? 20.